പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ പൂവ് കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. പക്ഷേ അത് ആയുസ് കുറവാണ്. ഏറിയ ഒരു 4 മണിക്കൂർ അതിൽ കൂടുതൽ ഈ പൂവ് നിൽക്കില്ല കേട്ടോ. എന്നും ഇതിന്മേൽ നിറയെ പൂക്കളും ഉണ്ടാവും. ഈ മഞ്ഞ കുത്തിങ്ങനെ കാണുന്ന ഡോട്ട് കാണുന്നില്ല, അപ്പോൾ നാളെ വിരിയാനുള്ള പൂക്കളാണ്. അപ്പോൾ കുറച്ച് പൂക്കളെ വിശേഷങ്ങൾ, ചെടികളെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ അടിയുള്ള ബെല്ലൈക്കനൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങൾ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന ഈ വീഡിയോ കുറേ ആളുകളിലേക്ക് എത്താൻ അതൊരു സഹായമാവും കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് എല്ലാവരിൽ നിന്നും ഓരോ ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇത് കണ്ടില്ലേ, 10 മണി മുല്ല ഇതിങ്ങനെ തേനീച്ചകൾ, ചെറിയ ഈച്ചകളാണ് കേട്ടോ. അത് പിന്നെ വേറൊരു സൈസ് ഈച്ച ഉണ്ട് കേട്ടോ. ഇതും ഒരു തേനീച്ചയാണ്, ഇത് കോലീച്ച എന്ന് പറയും. അതും ഒരു കൊള്ളിമേലും ഇങ്ങനെ തൂങ്ങി നിന്നിട്ടാണ് ഉണ്ടാവുക കേട്ടോ. കൂടുതലൊന്നുമല്ല ആ തേനീച്ചകൾ ഉണ്ടാവുക. അപ്പോൾ കുറച്ച് പൂക്കളെ വിശേഷങ്ങൾ മാത്രമാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. നല്ല വെയിൽ വരുന്നു കേട്ടോ. അതുപോലെ തന്നെ മഴക്കാറുണ്ട്. മഴക്കാർ ഇടയ്ക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് പിന്നെ ബോഗൺവില്ല കണ്ടില്ലേ, ഇത് 2 സൈസ് ബോഗൺവില്ലയാണ് ഈ ഭാഗത്തുള്ളത് കേട്ടോ. ഇതൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് പൂവിട്ടതാണ് കേട്ടോ. അപ്പോൾ ഓരോ ട്രിപ്പ് ഇങ്ങോട്ട് പൂവ് തീരും, അത് വീണ്ടും പിന്നെ കൂടുതൽ കണ്ടില്ല. ഇതിൻ്റെ അതൊക്കെ ഇപ്പോൾ കരിഞ്ഞ് ഇതാ. ഇത് നമുക്ക് ഇനിയാണ് കട്ട് ചെയ്ത് വിട്ട് കൊടുക്കണം. ഇത് പിന്നെ ഇതുണ്ടല്ല, ഇതൊക്കെ ഇതിൻ്റെ ആ കാലാവധി തീർന്നതാണ്. അപ്പോൾ നമ്മളിത് പെട്ടെന്ന് അതൊന്ന് കട്ട് ചെയ്ത് ആ ഇതിൽ തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് അവിടെ തന്നെ അതിനൊരു വളമായിക്കോളും. പിന്നെ ഈ പൂവിൻ്റെ കാലാവധി തീരുമ്പോൾ നമ്മളത് പെട്ടെന്ന് നമ്മളത് ഒഴിവാക്കി കൊടുക്കണം. അപ്പോൾ എന്നാലും നമുക്ക് പുതിയ പൂക്കളായ്മ ഉണ്ടാവുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഇടാതിരിക്കില്ല, പൂക്കളെന്നാലും ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ പിന്നെ പൂക്കളിങ്ങനെ ഉണ്ടാവുന്നതിന് പെട്ടെന്ന് ഉണ്ടാകാൻ വേണ്ടിയിട്ടൊരു ഇതാണത്. ഇത് കണ്ടില്ലേ, ഒരു ബൊക്ക പോലെ. ഇതിന്മേൽ 2 കളറാണ് കേട്ടത്. പിന്നെ റെഡ് കളറും ഉണ്ട്, റെഡല്ല റോസ് കളറും വൈറ്റ് കളറുമാണ് ഇതിന്മേൽ കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ പിന്നെ 10 മണി മുല്ല ഉണ്ട് കേട്ടോ. 10 മണി മുല്ല ഉണ്ട്. പിന്നെ ഇതൊരു വേറൊരു വെറൈറ്റി പിന്നെ ബോഗൺവില്ലയാണ്. അപ്പോൾ ഒരുപാട് വെറൈറ്റി ബോഗൺവില്ല നമ്മളടുത്തുണ്ട്. പിന്നെ റോസ് കളറ്, റെഡ് കളറ് ഇതുണ്ടല്ലോ. ഇതൊക്കെ ഇപ്പോൾ പൂ കഴിഞ്ഞതാണ് കേട്ടോ. പൂ കഴിഞ്ഞിട്ട് ഇങ്ങനെ വീണ്ടും ഇങ്ങനെ ചെറിയതായിട്ട് പൂ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ യൂഫോർബിയൻ്റെ പൂവുണ്ട് കേട്ടോ. ഇതുണ്ടല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ഈ പൂക്കൾ മാത്രമാണ് കാണിക്കുന്നത് കേട്ടോ. ചെടികളെ വിശേഷമല്ല എന്ന് പറയുന്നത്, വെറും പൂക്കൾ മാത്രമാണ്. ഇതിന് ഈ തെച്ചിമ്മൽ നിറയെ പൂക്കളാണ് കേട്ടോ. ഇത് പിന്നെ കണ്ടാൽ തന്നെ അത് മനസ്സിലാവും ഇതിന് എത്രത്തോളം പൂക്കളുണ്ട്. ഇത് ഈ ഒരു ബൊക്ക പോലെയാണ് കേട്ടോ അതുണ്ടാകുന്നത് പൂക്കൾ. ഇതിന് പൂവുണ്ട്, മുട്ടുണ്ട്, എല്ലാം ഒരേ ഇതിലാണ് ഉണ്ടാകുന്നത് കേട്ടോ. പിന്നെ 10 മണി കണ്ടില്ല, 10 മണീൻ്റെ പൂക്കൾ. പിന്നെ ഒരു മഞ്ഞുണ്ട്, ഒരു പിന്നെ വയലറ്റ് കളറുണ്ട്, പിന്നെ അതുപോലെ പിന്നെ വെള്ള കളറുണ്ട്. അതുപോലെ തന്നെ ഇത് 2 കളർ കണ്ടില്ല. ഇതൊക്കെ നമ്മളിത് ഒപ്പം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ ഈ ഒരു പിന്നെ കളർ ചേഞ്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. ഇത് നിറയെ പൂക്കളാണ് ഇതിന് കേട്ടോ. ഈ പിന്നെ കണ്ടില്ല, മഞ്ഞ പൂക്കളുണ്ട്. അതുപോലെ തന്നെ ഒരു ഇളം റോസ് കളറുണ്ട്, കടും മഞ്ഞുണ്ട്, ഇളം മഞ്ഞുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു റെഡ് കളറുണ്ട്. അങ്ങനെ ഇത് എപ്പോഴും നമ്മളിതൊരു പിന്നെ ഒരു പൈപ്പിലാണ് ഇതാക്കിയിട്ടുള്ളത് കേട്ടോ. പൈപ്പിൽ ഇത് നമ്മൾ കളകളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഇങ്ങനെ നീക്കി കൊടുക്കും. പിന്നെ ഇതിങ്ങനെ നമ്മൾ ഇടയ്ക്കൊന്നും ഇങ്ങോട്ട് ചാഞ്ഞ് ഇതിലൊരു കണ്ടില്ലേ, ഒരു നാരങ്ങൻ്റെ തൈയാണ് ഇതുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ അത് തൂങ്ങി വളരാൻ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഈ ബോഗൺവില്ല ഇതുമേലൊക്കെ നമ്മൾ ഇത് മുറിച്ചിടാൻ വൈകിയതുകൊണ്ടാണ് കേട്ടോ. ഇത് ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഉണ്ടത് ഈ ഒരു ചെറിയൊരു കമ്പാണല്ലോ. ഇത് ആ മണ്ണിലൊന്നിങ്ങനെ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാവും കേട്ടോ.
ഈ ബോഗൺവില്ല നല്ല കട്ടിയുള്ള കൊമ്പല്ല വെക്കേണ്ടത്, ചെറും തളിര് കമ്പുകളാണ് ഇത് പിന്നെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് ഉണ്ടാകുന്നതിനനുസരിച്ച് പിന്നെ പൂക്കൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും കേട്ടോ. നല്ല പിന്നെ കട്ടിയായിട്ടുള്ള പൂക്കളാണ് ഇതിന് ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് ഇതിന് നിറച്ച് പൂക്കൾ ഇത് കണ്ടില്ലേ. ഇത് ഫുള്ള് ഒരു പിന്നെ നല്ല ഉഷാറായിട്ടുള്ള പൂക്കളാണ് കേട്ടോ. ഇത് കണ്ടില്ലേ. ഇത് പിന്നെ ഇങ്ങനെ ഒരൊറ്റ കൊമ്പുമേലാണ് ഈ പൂക്കൾ ഉണ്ടായിട്ടുള്ളത് കേട്ടോ. നമ്മൾ പിന്നെ ഈ ഇങ്ങനെ കാണുമ്പോൾ എത്രത്തോളം ക്യാമറയിൽ ഇതിൻ്റെ ഭംഗി ഉണ്ടെന്ന് അറിയില്ല. അത് കാണാൻ നല്ലൊരു പിന്നെ ഭംഗിയുള്ള ഒരു പൂവാണ് ഈ ബോഗൺവില്ല. പിന്നെ ഇവിടെ മഞ്ഞ കളറുണ്ട് കേട്ടോ. മഞ്ഞ ഇത് നമ്മളൊരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഇതിൻ്റെ വള്ളികളൊക്കെ ഇങ്ങനെ ചുറ്റി, പിന്നെ വള്ളിയല്ല കമ്പുകളിങ്ങനെ ചുറ്റി ഒരു ഷേപ്പിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പിന്നെ സ്വാഭാവിക വളർച്ച അല്ല, അതിൻ്റെ ഇലയൊക്കെ മറിഞ്ഞിങ്ങനെ നിൽക്കണത് വാടിയതൊന്നുമല്ല കേട്ടോ. അതിങ്ങനെ നമ്മളെ കമ്പ് ചുറ്റിയിട്ടുണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു അതുകൊണ്ടാണ് ആ വാടിയ മാതിരി തോന്നുന്നത്. പിന്നെ ചെടിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഇത് വെള്ളയാണ് കേട്ടോ. ഇത് വെള്ളപ്പം ഇങ്ങനെ പൂവിങ്ങനെ ഉണ്ടായി വരണുള്ളൂ. ഒരു ട്രിപ്പ് കഴിഞ്ഞ് വീണ്ടും പൂവുണ്ടാവുകയാണത്. അതുപോലെ തന്നെ പിന്നെ ഈ ഇതിമ പൂക്കൾ നിറയെ പൂക്കളാണിത്. പിന്നെ ഇതൊരു ബോഗൺവില്ലയാണിത്. നമ്മൾ പിന്നെ ഒരുപാട് പിന്നെ വർഷം പഴക്കമുള്ളൊരു ചെടിയാണിത്. നമ്മൾ നിലത്തുള്ളത് നമ്മൾ പിന്നെ അങ്ങോട്ട് പറിച്ച് കുഴിച്ചിട്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ ഇലച്ചെടികളും പിന്നെ പൂക്കൾ ഇതിമേലൊക്കെ നല്ല പൂക്കളാണ് ഉണ്ടാകുന്നത് കേട്ടോ. അതുപോലെ ഈ അടീനിയത്തുമ്മൽ ഫുള്ള് പൂക്കളുണ്ട്. അതുപോലെ നമ്മൾ ഈ വീടിൻ്റെ പിന്നെ മുറ്റത്തിൻ്റെ ഈ 4 സൈഡിലാണ് നമ്മൾ ഈ ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ. ഈ പിന്നെ ഭാഗത്ത് ഇതിങ്ങനെ കാണാൻ സാധിക്കും. ഇവിടെ ചുറ്റുഭാഗം നമ്മളിങ്ങനെ സൈഡിലാണ് വെച്ചിട്ടുള്ളത്. ആദ്യം നമ്മൾ ഈ ഭാഗത്തായിരുന്നു ഫുള്ള് വെച്ചിരുന്നത്. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. അടീനിയം അതുപോലെ തന്നെ ഇലച്ചെടികൾ. വീഡിയോ പിടിക്കുമ്പോൾ നല്ല വെയിലാണ് കേട്ടോ. വെയിൽ അതികഠിനമായ വെയിലുണ്ട്. അത് പിന്നെ സഹിക്കാൻ പറ്റുന്നതിന് അത്ര നല്ല ചൂടാണ് വെയിലിന്. പിന്നെ ഈ ഭാഗത്തൊക്കെ നമ്മൾ അടീനിയങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അടീനിയത്തിൻ്റെ കായകളൊക്കെ ഇപ്പോൾ പിന്നെ വിത്ത് ആവാനായിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഇപ്പോൾ കണ്ടില്ലേ, ഈ വിത്ത് പിന്നെ ഇതൊക്കെ ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ മൂത്ത് നമുക്ക് വിത്താക്കി എടുക്കാം കേട്ടോ. അത് കണ്ടില്ലേ, ഇതൊക്കെ പിന്നെ വലിയ വിത്തുകളാണ് ഇതിനുള്ളത്. പിന്നെ പൂവുണ്ട്. പിന്നെ അതുപോലെ ഇത് വേറെ ഒരു കളറാണ്, നമ്മൾ ആദ്യം കാണിച്ച വേറെ കളറാണ് കേട്ടോ. അങ്ങനെ ഒരു 2-3-4 കളർ നമ്മളടുത്ത് അടീനിയുണ്ട് കേട്ടോ. എല്ലാമേലും പൂവ് കായ ഉണ്ടായിട്ടില്ല. പൂവ് പിന്നെ എല്ലാമേലും പൂവായിട്ടുണ്ട് കേട്ടോ. അതുപോലെ എല്ലാമേലും കായ വരുന്നില്ല. ഈ ഭാഗത്താണ് നമ്മൾ പിന്നെ മുൻഭാഗത്താണ് ഈ ഇലച്ചെടികളും കുറച്ച് അടീനിയങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഈ അടീനിയത്തിന്മേൽ കായ കണ്ടില്ലേ, ഒരു ബീൻസ് പോലെ ഇങ്ങനെ നിൽക്കും. അതുപോലെ തന്നെ ഈ ഭാഗത്ത് റെഡ് പ്ലാന്റ് രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇന്ന് നമ്മളൊരു പണി ചെയ്തത് നമ്മൾ പിന്നെ ഈ കുളത്തിൻ്റെ സൈഡിൽ റെഡ് പ്ലാന്റ് വെച്ചിട്ടുണ്ടല്ലോ. റെഡ് പ്ലാന്റ് വെച്ചപ്പോൾ ഈ സൈഡിലൊക്കെ പുല്ല് ഇങ്ങനെ മൂടിയിരുന്നു. അപ്പോൾ കളകളൊക്കെ പറിച്ച് ഇങ്ങനെ ലെവലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വെയിലത്ത് നമ്മൾ നനയ്ക്കണില്ല. വൈകുന്നേരം ആകുമ്പോൾ നനച്ചിട്ടൊന്ന് പിന്നെ ഈ വളം ചെയ്യണം കേട്ടോ. ഒന്ന് വളമൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി എടുക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരേ പിന്നെ ഇതിൽ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ലൊരു ഭംഗിയായിക്കാറ് കേട്ടോ. പിന്നെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ കട്ടിങ്സൊക്കെ നമ്മൾ കുഴിച്ചിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിന്നെ ചെറിയ ചെറിയ പീസുകളാക്കി ഒരു 3-4 ഇഞ്ച് വലുപ്പത്തിലുള്ള പീസുകളാക്കിയിട്ടാണ് നമ്മളിത് പിന്നെ കുഴിച്ചിടുന്നത് കേട്ടോ. ഈ സൈഡിലുള്ള പിന്നെ കളകളൊക്കെ പറിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയിൽ പറിച്ച് ലെവലാക്കിയിട്ടുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോൾ നനയ്ക്കുക, വളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതാണ് ഇന്നത്തെ പണി കേട്ടോ. നല്ല ഭംഗിയായിട്ട് പുല്ല് ഫുള്ള് പറിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം നമ്മളിതിന് പിന്നെ ചിലവായിട്ടോ. ഒരു മണിക്കൂറിലേറെ നമ്മളത് പറിക്കാനുണ്ട്. ചെറിയ പുല്ല്, കിയാർനെല്ലി, അതേമാതിരി വള്ളിപ്പുല്ല്, അങ്ങനത്തെ പല പിന്നെ പുല്ലുകളായിരുന്നു, കളകളുണ്ടായിരുന്നു. പറിച്ചാൽ നമുക്ക് തീരാമാത്രം
തീരുന്ന അത്ര ഒന്നുമല്ല. ഒരുപാട് പിന്നെ കളകൾ അവിടുന്ന് പറിച്ച് നീക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഈ സൈഡിലാണ് ഫുള്ള് ചെടികളധികം വെച്ചിട്ടുള്ളത്. ഇവിടെ ഈ ആലുണ്ട്, അതുപോലെ തന്നെ ഈ വള്ളിച്ചെടി ഇത് ഒന്നും പൂവിടാത്തതാണ്. ഞാൻ ഒരുപാട് പ്രാവശ്യം ഞാൻ വീഡിയോയിൽ കാണിച്ചതാണിത്. ഇത് പൂവിടുന്നില്ല. എന്നാലും ഈ ചെടി ഇങ്ങനെ കാണാൻ അതൊരു ഭംഗിയാണ് കേട്ടോ. നല്ലൊരു പിന്നെ ഇനി നമ്മളിതിൻ്റെ സൈഡ് ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് ഇതിൻ്റെ പ്രത്യേകിച്ചുള്ള ഭംഗി കാണുള്ളൂ. നാളെ ഇതൊക്കെ കട്ട് ചെയ്തിട്ട് കാണിക്കും കേട്ടോ. ഇതിന്മേലൊരു പിന്നെ കിളി കൂട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് റൗണ്ട് ഷേപ്പ് ആക്കാത്തത് കേട്ടോ. നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ നിർത്തണം, എന്നാലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ ഭാഗത്ത് ചീരകളും പിന്നെ ചെടികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ചീര പിന്നെ നമ്മൾ ഇപ്പോൾ കുറേയൊക്കെ ചീര നമ്മൾ പിന്നെ എടുത്തിട്ടുണ്ട്. പിന്നെ പറിക്കണമുണ്ട്, പിന്നെ കട്ട് ചെയ്യണമുണ്ട് കേട്ടോ. ഇത് ഒരു പുതിയൊരു ചീരയാണ്, ബ്ലാത്താങ്കര ചീര. അത് പഴയ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്കറിയാം ഇതിൻ്റെ വളർച്ച എത്ര പെട്ടെന്നാണ്. നല്ല വളർച്ച ഉള്ളൊരു ചീരയാണ് കേട്ടോ. നല്ല വളർച്ചയുണ്ട്. ടേസ്റ്റ് എന്താണെന്ന് ഇതുവരെ നമ്മൾ നോക്കിയിട്ടില്ല. നമ്മളെ അടുത്ത് ഉണ്ടായിരുന്ന പച്ചയും ഈ ഒരു ചുവപ്പ് ചീരയാണ് നമ്മൾ പറിച്ചിട്ടുള്ളത്. ഇതൊരു കടും ചുവപ്പാണ് കേട്ടോ. ഇത് ഇതുവരെ നമ്മൾ പറിച്ച് കറി വെച്ച് നോക്കിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഉണ്ടാക്കിയെങ്കിലാണ് പിന്നെ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്തിനുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വല്ലാതെ നീട്ടിക്കൊണ്ടുപോകണില്ല കേട്ടോ. ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടിയിലുള്ള ബെല്ലൈക്കണം അമർത്തുക. ഞാനിടുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അതുപോലെ തന്നെ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ശരിക്കും നിങ്ങൾക്ക് വീഡിയോ കണ്ട് തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓരോ ആൾക്കാരിൽ നിന്ന് ഓരോ ലൈക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ചെടിമേ നല്ല പൂക്കളുണ്ടാകുന്നുണ്ട് കേട്ടോ. ഇത് സീസൺ ചെടിയാണെന്ന് എല്ലാവരും പറയും, പക്ഷേ അത് സീസൺ ചെടിയല്ല. നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏത് സമയത്തും ഇത് പൂവിടും. ഈ പ്രാവശ്യം അത് 5ാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു ചെടി പൂവിടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം. പിന്നെ ഇത് കണ്ടില്ലേ, ഈ ഒരു ആമ്പൽ ഒരു ചെറിയൊരു ബക്കറ്റിലാണ് ഈ ആമ്പൽ പൂവിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പിന്നെ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇനി ചെയ്യണമെന്ന് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും ആമ്പൽ ഇങ്ങനെ വളർത്തിയെടുക്കാം. അപ്പോൾ ശരി, എന്നാൽ ഓക്കെ, ബൈ ബൈ.